ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്രാംസ് റൂള്, ഫെൽക്കിനാൻ മോഡൽ, ക്രാംചുലേറ്റ് മോഡലാണ്. അപ്പോൾ നമ്മൾ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസിൽ നമ്മൾ കൈറാൽ ആയിട്ടുള്ള കാർബണൽ കോമ്പൗണ്ട് ആയിരുന്നു സബ്സ്ട്രേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ്, അതായത് സ്റ്റീരിയോ സെലക്ടിവിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ക്രാംസ് റൂളും ഫെൽക്കിനാൻ മോഡലും കണ്ടിരുന്നു. അപ്പൊ ഏതൊക്കെ കേസുകളിലാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് അതുപോലെ തന്നെ ക്രാംചുലേറ്റ് മോഡലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏതൊക്കെ കേസുകളിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ജനറലി ക്രാംസ് റൂളിന് ലിമിറ്റേഷൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഫെൽക്കിനാൻ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ചില കേസുകളിൽ അവിടെ ക്രാംചുലേറ്റ് മോഡലാണ് വരുന്നത്. അപ്പൊ ഇത് എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ന്യൂമാൻ പ്രൊജക്ഷനിൽ എങ്ങനെ എഴുതാം എന്നുള്ളത് അറിയാം. ഓക്കെ, അതല്ലാത്ത ഷോർട്ട് കട്ടുകളും ഉണ്ട്, പക്ഷെ എക്സാമിന് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളടുത്ത് ഒരു കാർബണിൽ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സോ C≡O(R1), ഓക്കെ, അല്ലെങ്കിൽ C≡O(R). ദെൻ ഇവിടെ ഗ്രൂപ്പ്സ് ഉണ്ട്, A, ദെൻ B, C. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാർബണിൽ തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് R, C≡O, ഓക്കെ, A, B, C. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് ഈസി ആയിട്ട് വരക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് C≡O(R)നെ നമുക്ക് ഇങ്ങനെ വരക്കാം. ഓക്കെ, C≡O(R). ഇവിടെ കൈറാൽ കാർബൺ വരുന്നത് ഈ സൈഡിലാണ്. സോ ഈ സൈഡിൽ നമ്മൾ പ്ലെയിനിലുള്ള ഗ്രൂപ്പിനെ കാണിച്ചു. ഓക്കെ, ഇവിടെ പ്ലെയിനിലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഇനി ഇവിടെ എബവ് ദ പ്ലെയിനിൽ B ആണ്, ദാറ്റ് ഇസ് വെഡ്ജിൽ B ആണ്. സോ നമ്മൾ എബവ് ബിയും ബിലോ സിയും കാണിച്ചു. ഓക്കെ, ആൻഡ് ഇത് വരക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ C≡O(R) നമ്മൾ കാണിച്ചു. ഓക്കെ, ആൻഡ് ഇവിടെ കൈറാൽ കാർബൺ ഈ സൈഡിലാണ് വരുന്നത്. സോ അവിടെ പ്ലെയിനിലുള്ള ഗ്രൂപ്പിന്, ദാറ്റ് ഇസ് എനെ നമ്മൾ ഇവിടെ കാണിച്ചു. ആൻഡ് എബവ് ദ പ്ലെയിനിലുള്ള, ദാറ്റ് ഇസ് ബിനെ ഇവിടെ കാണിച്ചു. ബിലോ ദ പ്ലെയിനിലുള്ള, ദാറ്റ് ഇസ് സിനെ ഇവിടെ കാണിച്ചു. ഓക്കെ, സോ ഇങ്ങനെ വരക്കാം നമുക്ക് ഫസ്റ്റ്. ഇനി നമുക്ക് എങ്ങനെയാണോ നമ്മൾ റിക്വയർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫെൽക്കിനാൻ മോഡൽ ആണെങ്കിൽ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രൂപ്പ് ആയിരിക്കണം. സോ ഇത് ലാർജ് ഗ്രൂപ്പ് തന്നെ ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ വരച്ച കേസിൽ ചിലപ്പോൾ ബി ആയിരിക്കാം ലാർജ് ഗ്രൂപ്പ്, ചിലപ്പോൾ സി ആയിരിക്കാം ലാർജ് ഗ്രൂപ്പ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതാണോ ലാർജ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് വരുത്തിച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് ഗ്രൂപ്പ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വരുത്തിക്കുക ഫെൽക്കിനാൻ മോഡൽ ആണെങ്കിൽ. അത്രയും പോരാ, നമുക്ക് എങ്ങനെയും വരക്കാമെന്ന് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, C≡O(R) ആൻഡ് ഇങ്ങനെയും നമുക്ക് വരക്കാം. ഓക്കെ, എ ഇങ്ങോട്ട് വരുന്നു, ബി ഇങ്ങോട്ട് വരുന്നു, ഓക്കെ, സി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെയും പോസിബിൾ ആണ്. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തതാണ്. ഇപ്പോഴും എന്താണ്, കാർബണിലും എയും പെർപെൻഡിക്കുലർ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഈ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലാർജ് ഗ്രൂപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത്, ഓക്കെ, സി ആണ് സ്മോൾ ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ ഇതിലൂടെ ആയിരിക്കും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് ഇവിടെ എന്ത് വരിക, 107 ഡിഗ്രി വരിക. ഓക്കെ, ആൻഡ് ബി ആണ് സ്മോൾ ഗ്രൂപ്പ് എങ്കിൽ ഇവിടെ ആയിരിക്കും അറ്റാക്ക് നടക്കുക. ഓക്കെ, അപ്പോഴാണ് ഇവിടെ 107 ഡിഗ്രി വരിക. ഓക്കെ, ബി ആണ് സ്മോൾ ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ ഈ ഒരു കൺഫർമേഷനും, സി ആണ് സ്മോൾ ഗ്രൂപ്പ് എങ്കിൽ ഈ ഒരു കൺഫർമേഷനും ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. C≡MA. ഇതിൽ മേജർ പ്രോഡക്റ്റ് ഏതാണെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം. സോ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. H ബിലോ ദ പ്ലെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ വരക്കാണ്, ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയായിരുന്നു നമ്മൾ വരച്ചിരുന്നത്, C≡O ആൻഡ് ഇത് ഇഥൈൽ ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ ET എന്ന് കാണിച്ചു. ഓക്കെ, ആൻഡ് ഈ സൈഡിലാണ് നമ്മുടെ കൈറാൽ കാർബൺ വരുന്നത്. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് വരക്കാണ്. ഓക്കെ, പ്ലെയിനിലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് PH ആണ്. സോ നമ്മൾ PH-നെ ഇവിടെ വരച്ചു. ദെൻ എബവ് ദ പ്ലെയിനുള്ളത് ME ആണ്, ആൻഡ് ബിലോ ദ പ്ലെയിനുള്ളത് H ആണ്. ഇനി നമ്മൾ നോക്കുക, നമ്മൾ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. നമ്മൾ ഫെൽക്കിനാൻ മോഡൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോൾ PH ആണ് ലാർജ് ഗ്രൂപ്പ്, അതും കാർബണിലും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. സോ അത് സാറ്റിസ്ഫൈഡ് ആയി. ഇനി സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ അറ്റാക്ക് പോസിബിൾ ആണോ നോക്കാം. ഓക്കെ, ശരിയാണ്. ഇവിടെ 107 ഡിഗ്രി എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ വരച്ച കൺഫർമേഷൻ ശരിയാണ്. ഇനി നമ്മൾ പ്രൊഡക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അറ്റാക്ക് നടത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് എഴുതാണ്. സോ ബാക്ക് കാർബണിൽ PH MEH അതുപോലെ തന്നെ ഉണ്ട്. ആൻഡ് ഇതുവഴിയാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ഇവിടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് H- ആണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അയോണിനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ H വരും. ഓക്കെ, H വരും. ദെൻ ഇത് OH ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദെൻ ET. ഓക്കെ, ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ PHും അതുപോലെ തന്നെ ETയും എന്താണ്, പ്ലെയിനിലാണ്. അതുപോലെ തന്നെ ആന്റി ആയിട്ടാണ്. ഓക്കെ, പ്ലെയിനിലാണ് ആന്റി ആയിട്ടാണ് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്ലെയിനിലുമാണ് ആന്റിയുമാണ്. സോ നമുക്ക് അതുപോലെ വരണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ PH ഓക്കെ ആണ്. ഇനി ETനെ കൂടെ നമ്മൾ പ്ലെയിനിൽ കൊണ്ടുവരണം. സോ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ PH, ഇത് ME, ഇതെന്താണ് H. ഇനി എന്താണ്, ETയും കൂടെ പ്ലെയിനിൽ വരണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, ETനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പൊ നോക്കുമ്പോൾ PHും ETയും പ്ലെയിനിലാണ്, അതുപോലെ തന്നെ ആന്റിയും ആണ്. സിൻ ആണെങ്കിൽ ET ഇവിടെ വരും. ഓക്കെ, ഇവിടെ PHും ETയും എന്താണ്, പ്ലെയിനിലാണ്, ആന്റി ആണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ഗ്രൂപ്പിനെ നോക്കാം. അതായത് ETനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ H ഇങ്ങോട്ട് പോകും. ഓക്കെ, സോ H ഇവിടെ വരും. ആൻഡ് അപ്പോൾ OH എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഓക്കെ, OH ഇങ്ങോട്ട് വരും. സോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് എഴുതാണ്. PH, ഓക്കെ, PHും ETയും നമ്മൾ ആന്റി ആയിട്ട് വരച്ചു. ദെൻ നമ്മൾ നോക്കുകയാണ്, ഇതാണ് നമ്മുടെ കൈറാൽ കാർബൺ, ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള കൈറാൽ കാർബൺ. അതിന്റെ കോൺഫിഗറേഷനിൽ ചേഞ്ച് വരില്ല. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതാണ്, ഈ മേലുള്ള പോർഷൻ ആണ് എബോവ് വരുന്നത്, താഴെയുള്ള പോർഷൻ ആണ് ബിലോ വരുന്നത്. സോ കൈറാൽ കാർബണിലെ ME എബോവ് ആണ്. ഓക്കെ, ME എബോവ് ആണ്. ദെൻ ഓക്കെ, കൈറാൽ കാർബണിലെ ME എബോവ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ന്യൂലി ഫോംഡ് കാർബൺ ആറ്റത്തിലെ കൈറാൽ കാർബൺ ആറ്റത്തിലെ Hും എന്താണ്, എബോവ് ആണ്. സോ നമ്മളിവിടെ Hനെ എബോവ് ദ പ്ലെയിനിൽ കാണിച്ചു. ദെൻ ബിലോ ദ പ്ലെയിനിൽ ആരൊക്കെയാണ്, ഓൾഡ് കാർബണിലെ ഹൈഡ്രജൻ, ദെൻ പുതിയ കൈറാൽ കാർബണിലെ OH. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫെൽക്കിനാൻ മോഡൽ വെച്ചിട്ട്. ഓക്കെ, MEയും Hും എബോവ് ദ പ്ലെയിനിൽ, MEയും Hും എബോവ് ദ പ്ലെയിനിൽ, OHും Hും ബിലോ ദ പ്ലെയിനിൽ, OHും Hും ബിലോ ദ പ്ലെയിനിൽ. അപ്പൊ നമ്മൾ വരച്ചത് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഇതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ സബ്സ്ട്രേറ്റിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, അതുപോലെ തന്നെ വരികയാണെങ്കിൽ നമ്മൾ വരച്ചത് കറക്റ്റ് ആണ്. സോ ഇതാണ് മേജർ പ്രോഡക്റ്റ്. OH ഡാഷിൽ വരുന്നതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എഴുതുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. സോ PH, C double bond OH. ഓക്കെ, ദെൻ ME. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെയായിരിക്കും നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിൽ വരക്കുക? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്, ETMgBr. നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബാനിയോണിനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് വരക്കുകയാണ്. സോ C double bond OH. ഓക്കെ, ദെൻ ഈ സൈഡിലേക്കാണ് നമ്മൾ കൈറാൽ കാർബൺ വരുന്നത്. സോ നമ്മൾ PH ഇവിടെ വരച്ചു, ME എബോവ് ദ പ്ലെയിനിൽ വരച്ചു, H ബിലോ ദ പ്ലെയിനിൽ വരച്ചു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയോ നോക്കുകയാണ്. സാറ്റിസ്ഫൈഡ് ആണ്. PH ലാർജ് ഗ്രൂപ്പ് ആണ്, പെർപെൻഡിക്കുലർ ആണ്, ആൻഡ് സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ അറ്റാക്ക് പോസിബിൾ ആണ്. സോ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ PH MEH. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് അറ്റാക്ക് ചെയ്യുന്നത് ET മൈനസ് ആണ്. സോ ET, ദെൻ ഇത് OH ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, H. നമ്മൾ നോക്കുമ്പോൾ PHും Hും ആന്റി ആയിട്ട് പ്ലെയിനിൽ ആന്റി ആയിട്ടാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, നമ്മൾ വരക്കാണ്. ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ. സോ PH MEH. ഓക്കെ, ദെൻ ഈ ഹൈഡ്രജൻ ആണ് ഇനി പ്ലെയിനിൽ വരേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ, ദെൻ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുമ്പോൾ ET ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ET, ദെൻ OH ഇവിടെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ PHും Hും പ്ലെയിനിൽ ആന്റി ആയിട്ട് വരച്ചു. സോ PH H. ഇനി നോക്കിക്കേ, ഈ ഓൾഡ് കാർബണില് ME എബോവ് ദ പ്ലെയിൻ ആണ്. ഓക്കെ, ME എബോവ് ദ പ്ലെയിൻ ആണ്. ദെൻ പുതിയ കാർബണിലെ ET ആണ് എബോവ് ദ പ്ലെയിനിലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പുതിയ കാർബണിലെ ET ആണ് ഇവിടെ എബോവ് ദ പ്ലെയിനിലായിട്ട് വന്നിട്ടുള്ളത്. സോ ET.
ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓൾഡ് കാർബണിന്റെ കോൺഫിഗറേഷൻ അതേപോലെ തന്നെ റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വരച്ചതിൽ മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ കൊടുത്ത സമയത്ത് ET ആയിരുന്നു ആന്റി ആയിട്ട് കാണിച്ചിരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് വരിക? നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ETനെ ആന്റി ആയിട്ട് കാണിക്കുക. ദാറ്റ് ഇസ് ETനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ET ഇവിടെ വരും. ഓക്കെ, ET ഇവിടെ വരും, H ഇവിടെ വരും, OH ഇവിടെ വരും. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് PH ME എബവ് ദ പ്ലെയിനിൽ വരും. ദെൻ ഇവിടെ എന്താണ് ET വരും. ദെൻ OH എബവ് ദ പ്ലെയിനിൽ വരും, H ബിലോ ദ പ്ലെയിനിൽ വരും. ഓക്കെ, ഇങ്ങനെയും നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. ഇതിൽ ഓപ്ഷനിൽ ET ആണ് പ്ലെയിനിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. PH C ഡബിൾ ബോണ്ട് O SME. ഓക്കെ, ഇത് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിനെ ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. C ഡബിൾ ബോണ്ട് O PH. ദെൻ ഈ സൈഡിലാണ് നമ്മുടെ ഗ്രൂപ്പ് വരുന്നത്. സോ നമ്മളത് വരച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിനെ നമ്മൾ ഇവിടെ വരച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ET എന്ന് പറയുന്നത് ഇഥൈൽ ഗ്രൂപ്പ്. ദെൻ എബവ് ദ പ്ലെയിനിൽ SME ആണ്, ബിലോ ദ പ്ലെയിനിൽ ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ലാർജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പോ ആണ് PHന് പെർപെൻഡിക്കുലർ ആയിട്ട് വരേണ്ടത്. സോ നമ്മൾ ഇവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് ഈ ഗ്രൂപ്പാണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. സോ നമ്മൾ PH C ഡബിൾ ബോണ്ട് O, ഇവിടെ SME വരും, അപ്പൊ ഇവിടെ ET വരും, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി, ആൻഡ് H ഇവിടെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇതാ ഇങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടി. ഓക്കെ, നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പോ ആണ് കാർബണൈൽ പെർപെൻഡിക്കുലർ ആവേണ്ടത്. സോ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് കാർബണൈലിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ സ്മോൾ സൈഡ് അറ്റാക്ക് അല്ല ഇവിടെ വരുന്നത്, മീഡിയം സൈസ്ഡ് അറ്റാക്കാ. സോ നമ്മൾ ഇതിനെ ഒന്നും കൂടെ കൺവേർട്ട് ചെയ്യണം. ഇതിനെ നമ്മൾ PH C ഡബിൾ ബോണ്ട് O, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോഴും എന്താണ്, കാർബണൈലും SMEയും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് SME ഇവിടെ വരും, H ഇവിടെ വരും, ദെൻ ET ഇവിടെ വരും. ഓക്കെ, ഇപ്പൊ എന്താണ് സ്മോൾ സൈഡിലൂടെ ഉള്ള അറ്റാക്ക്. സോറി, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് കാർബണൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, സ്മോൾ സൈഡിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ 107 ഡിഗ്രിയിൽ എന്ത് ചെയ്യാണ്, അറ്റാക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ കൺഫേമർ എന്ന് പറയുന്നത്. പ്രിഫേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കൺഫേമർ. ഇനി നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത് H- ആണ്. ഓക്കെ, അപ്പൊ H- അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ PH C ഡബിൾ ബോണ്ട് O. ഓക്കെ, H- അറ്റാക്ക് ചെയ്യാണ്. സോറി, ഇവിടെ ഓൾറെഡി ഉള്ളത് SME, ദെൻ H, ദെൻ ET. ദെൻ എന്ത് ചെയ്യാണ്, H- വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇത് OH ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇത് PH. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് PHും അതുപോലെ തന്നെ ETയും ആണ് നമുക്ക് പ്ലെയിനിൽ കാണിക്കേണ്ടത്. സോ ഒന്നും കൂടെ വൃത്തിയിൽ വരക്കാണ്. ദാറ്റ് ഈസ് PH ഇവിടെ വരുമ്പോൾ, ഓക്കെ, PH ഇങ്ങോട്ട് വരുമ്പോൾ H താഴത്തോട്ട് വരും. സോ HOH. ഇനി നമുക്ക് വരേണ്ടത് ET ആണ് പ്ലെയിനിൽ വരേണ്ടത്. ഓക്കെ, സോ ET ആണ് നമുക്ക് പ്ലെയിനിൽ വരേണ്ടത്. സോ ETനെ നമുക്ക് ആന്റി ആയിട്ട് പ്ലെയിനിൽ വരക്കാണ്. സോ ET ഇങ്ങോട്ട് വരുമ്പോൾ SME പോവും. ഓക്കെ, അപ്പൊ SME, ദെൻ ഇവിടെ ആര് വരും, H വരും. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് എഴുതുകയാണ് PH ET. ഓക്കെ, ദെൻ PHല് ദെൻ ഇവിടെ SME എബവ് ദ ഗ്രൂപ്പ് എബവ് ദ പ്ലെയിൻ തന്നെയാണ്. ഇവിടെ OH ആണ് എബവ് ദ പ്ലെയിനിൽ വരുന്നത്. ഓക്കെ, OH ആണ് ഇവിടെ എബവ് ദ പ്ലെയിനിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഫെൽക്കിൻ ആൻഡ് മോഡൽ വെച്ചിട്ട് മേജർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഫെൽക്കിൻ ആൻഡ് മോഡൽ വെച്ചിട്ട് മേജർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ബട്ട് ആക്ച്വലി ഇതല്ല മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് കാരണം ഇപ്പൊ നമ്മുടെ ആൽഫ കാർബണിൽ, ദാറ്റ് ഇസ് കൈറൽ ആയിട്ടുള്ള കാർബണിൽ ഹെട്രോ ആറ്റംസ് പ്രസന്റ് ആണ്, ഹെട്രോ ആറ്റംസ് വിത്ത് ലോൺ പെയേഴ്സ് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്രാം ചിലേറ്റ് മോഡലാണ് അപ്ലൈ ചെയ്യേണ്ടത്.
ഓക്കെ, അവിടെ നമ്മൾ ക്രാം ചിലേറ്റ് മോഡലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ ഇതാണ് നമ്മുടെ കൺഫർമേഷൻ. ഇത് ഞാൻ ഒന്നും കൂടെ വരക്കാണ്. SMe PH C ഡബിൾ ബോണ്ട് O HET. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ മെറ്റൽ ലിഥിയം എന്ന് പറയുന്ന മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിലേക്ക് സൾഫറിനും ഓക്സിജനും അതിന്റെ ലോൺ പെയർ വെച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിലേറ്റ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലേറ്റ് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് ഏറ്റവും പ്രിഫറബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത് PH C ഡബിൾ ബോണ്ട് O SMe ഏറ്റവും ക്ലോസ് ആയിട്ട് വരിക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എക്ലിപ്സ്ഡ് ആയിട്ട് വരിക. ഹെട്രോ ആറ്റവും കാർബണിലും എക്ലിപ്സ്ഡ് ആയിട്ട് വരിക എന്നുള്ളതാണ്. സോ SMe ഇവിടെ വരുമ്പം H ഇവിടെ വരും, ET ഇവിടെ വരും. ഓക്കെ, സോ ഇതിന് ലിഥിയവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചിലേറ്റ് ഫോം ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ പ്രിഫേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇനി സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാണ്, H-1 അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ വരും? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ET H SMe ഇത് ഓൾറെഡി അതിൽ എക്സിസ്റ്റ് ആയിട്ടുള്ളതാ. ഇനി എന്ത് ചെയ്യാണ്? H സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇത് OH ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് OH ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇത് PH. സോ നമ്മൾ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു PH-ഉം ഓക്കെ PH HOH PH-ഉം അതുപോലെ തന്നെ ET-യും എന്താണ്? പ്ലെയിനിലാണ് വരേണ്ടത്, ആന്റി ആയിട്ടാണ് വരേണ്ടത്. സോ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് എഴുതിയാൽ സോ നമ്മൾ ഒന്നും കൂടെ നീറ്റ് ആയിട്ട് വരക്കുകയാണെങ്കിൽ PH HOH ദെൻ ET ഇവിടെ വരണം, ET. ഓക്കെ, ET ഇങ്ങോട്ട് വന്നാൽ H ഇങ്ങോട്ട് വരും, SMe ഇങ്ങോട്ട് വരും. ഓക്കെ, സോ നമ്മൾ പ്രൊഡക്റ്റ് എഴുതുന്ന സമയത്ത് PH ET SMe എബവ് ദ പ്ലെയിൻ ആണ്. ഇത് ഓൾറെഡി ഉള്ള കാർബൺ ആണ്, അതിന്റെ കോൺഫിഗറേഷനിൽ ചേഞ്ച് വരില്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ OH ബിലോ ദ പ്ലെയിനിലാണ്. ഓക്കെ, OH ബിലോ ദ പ്ലെയിനിലാണ്. നേരത്തെ നമ്മൾ ഫെൽക്കിനാനോ മോഡൽ വെച്ചപ്പോൾ നമുക്ക് OH എബവ് ദ പ്ലെയിനിലാണ് കിട്ടിയത്. പക്ഷെ ക്രാം ചിലേറ്റ് മോഡൽ കൺസിഡർ ചെയ്തപ്പം OH ബിലോ ദ പ്ലെയിനിലാണ്. സോ ഇങ്ങനെ ഹെട്രോ ആറ്റം വരുന്ന കേസിൽ നമ്മൾ ക്രാം ചിലേറ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഇവിടെ ഇതാണ്, ഈ കേസിൽ ഇതാണ് ഇവിടെ മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. When chelation is possible, this is the confirmation to consider. Okay, chelation possible ആണെങ്കിൽ നമ്മൾ ഈ കൺഫർമേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഹെട്രോ ആറ്റവും അതുപോലെ തന്നെ കാർബണയിലും എക്ലിപ്സ്ഡ് ആയിട്ട് വരുന്ന കൺഫർമേഷൻ ആണ് നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, the one the carbonate of oxygen and the other chelating atom almost eclipsing one another. ആ കൺഫർമേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. It is the most populated because it is stabilized by chelation. ഓക്കെ, അപ്പൊ നമ്മളെ സിസ്റ്റത്തിലെ അധികം എല്ലാ സബ്സ്ട്രേറ്റുകളും എങ്ങനെയായിരിക്കും? അങ്ങനെ ഈ ഒരു കൺഫർമേഷനിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യേണ്ടാവുക. സോ ഇറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കാരണം അത് സ്റ്റെബിലൈസ്ഡ് ബൈ ചിലേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ മോസ്റ്റ് റിയാക്റ്റീവ്, അത് റിയാക്റ്റീവും കൂടിയാണ്. ഓക്കെ, അതാണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് എന്ന് മാത്രമല്ല അതാണ് റിയാക്റ്റീവ് ആയിട്ടുള്ളതും. ബിക്കോസ് ദ ലൂയിസ് ആസിഡ് മെറ്റൽ ആറ്റം ഇൻക്രീസ് ദ റിയാക്ടിവിറ്റി ഓഫ് ദ കാർബണൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാം. ദാറ്റ് ഇസ് കാർബണിലെ ന്യൂക്ലിയോഫിലിസിറ്റി, ദാറ്റ് ഇസ് പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യാം. സോ എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അറ്റാക്ക് ഇസ് സ്റ്റിൽ അലോങ് ദ ലെസ് ഹിൻഡേർഡ് പാത്വേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അറ്റാക്ക് ലെസ് ഹിൻഡേർഡ് പാത്വേ വഴി തന്നെയാണ് ചെയ്തത്. സോ അറ്റാക്ക് ഇസ് അലോങ് ദ ലെസ് ഹിൻഡേർഡ് പാത്വേ, ബട്ട് ദിസ് നൗ ലീഡ്സ് ടു ദ അതർ ഫേസ് ഓഫ് ദ കാർബണൈൽ ഗ്രൂപ്പ് ആൻഡ് സ്റ്റീരിയോകെമിക്കൽ ഔട്ട്കം ഈസ് റിവേഴ്സ്ഡ്. നമ്മൾ കണ്ടു, നമ്മളെ സ്റ്റീരിയോകെമിക്കൽ ഔട്ട്കം റിവേഴ്സ്ഡ് ആയിട്ട് നമ്മൾ കണ്ടു. സോ 2 things are needed for chelation to occur. സോ ചിലേഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ എന്ന് പറയുന്നത് a hetero atom with lone pairs available for coordination to a metal. Hetero atom with lone pairs എങ്കിൽ മാത്രമേ അതിന് മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എ മെറ്റൽ അയൺ ദാറ്റ് പ്രിഫർ ടു കോർഡിനേറ്റ് മോർ ദാൻ 1 hetero atom at once. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ hetero atomമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ അയൺ വേണം. ഓക്കെ, ദീസ് ആർ മെയിൻലി മോർ ഹൈലി ചാർജ്ഡ് അയോൺസ്. ഇത് കൂടുതൽ ചാർജ് അയോൺസ് ആയിരിക്കും. ദാറ്റ് ഇസ് Mg2+, Zinc2+, Copper2+, Titanium 4+, Cerium 3+, Manganese 2+ പോലുള്ള. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സോഡിയവും അതുപോലെ തന്നെ പൊട്ടാസ്യം ആണെങ്കിൽ നമ്മൾ ഫെൽക്കിൻ ആൻഡ് മോഡൽ നോക്കിയാൽ മതി. ഓക്കെ, ഫെൽക്കിൻ ആൻഡ് മോഡൽ നോക്കിയാൽ മതി. പക്ഷെ അതല്ലാത്ത ആറ്റംസ് ലിഥിയവും ഉൾപ്പെടെ ബാക്കിയുള്ള ആറ്റംസ് ബാക്കിയുള്ള അയോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്രാം ചിലേറ്റ് മോഡലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്രാം ചിലേറ്റ് മോഡലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, അവിടെ സോഡിയം ബോറോഹൈഡ്രേറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ടും കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും CH3 ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഈ കൈറാൽ കാർബണിൽ CH3 എബവ് ദ പ്ലെയിനിലാണ്. ഇത് എബവ് ദ പ്ലെയിനിലാണ്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കാണ്. സോ C ഡബിൾ ബോണ്ട് O PH ആൻഡ് ഈ സൈഡിലോട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് വരുന്നത്. സോ നമ്മൾ OMe ഇങ്ങോട്ട് വരച്ചു, CH3 എബവ് ദ പ്ലെയിനിൽ വരച്ചു, H ബിലോ ദ പ്ലെയിനിൽ വരച്ചു. അപ്പൊ നമ്മൾ ഹെട്രോ ആറ്റവും കാർബണിലും പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എങ്ങനെയാണ് സ്മോൾ സൈഡിലൂടെയാണ് അറ്റാക്ക്, അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കൺഫർമർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണെങ്കിൽ ചിലേഷൻ ഇല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു സോഡിയം ആണ് അയോൺ എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഫെൽക്കിനാൻ മോഡലാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, അറ്റാക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് എഴുതിയാൽ മതി. സോ സോഡിയം ബോറോഹൈഡ്രേറ്റ് H- പ്രൊവൈഡ് ചെയ്യുക. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, CH3 ഓക്കെ HOMe ബാക്ക് കാർബൺ എഴുതി. ഇനി ഫ്രണ്ട് കാർബൺ ഇതിലൂടെ ആരാണ് H വന്ന് അറ്റാക്ക് ചെയ്തു. ഓക്കെ, ഇത് OH ആയി, ഇത് PH. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും PH-ഉം OMe-യും ആണ് ഇവിടെ എന്തായിട്ടുള്ളത്, ആന്റി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ നമ്മളൊന്നും കൂടെ നീറ്റ് ആയിട്ട് വരക്കാണ്. സോ PH H OH ഓക്കെ, ദെൻ OMe. ഓക്കെ, അത് അതുപോലെ തന്നെ വരച്ചാൽ മതി. OMe CH3 H. ഓക്കെ, ഇനി നമ്മൾ വരക്കാണ്, പ്രോഡക്റ്റ് വരക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ന്യൂക്ലിയോഫൈൽ NU എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് എഴുതാണ്. സോ PH ദെൻ OMe. ഓക്കെ, ആൻഡ് ഇവിടെ എബവ് ദ പ്ലെയിനിൽ വരുന്നത് ആരാണ്, ഓക്കെ എബവ് ദ പ്ലെയിനിൽ വരുന്നത് ന്യൂക്ലിയോഫൈൽ ആണ്, NU ആണ്. ബിലോ ദ പ്ലെയിനിൽ OH ആണ്. ആൻഡ് ഇവിടെ ആരാണ് എബവ് ദ പ്ലെയിനിൽ വരുന്നത്, CH3 ആണ്. സോ CH3 എബവ് ദ പ്ലെയിൻ. ഓക്കെ, സോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ സോഡിയം ബോറോഹൈഡ്രേറ്റ് യൂസ് ചെയ്ത സമയത്ത് 73% ദാറ്റ് ഇസ് മേജർ ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈല് വെഡ്ജിൽ വരുന്നതാ. ഓക്കെ, ന്യൂക്ലിയോഫൈല് വെഡ്ജിൽ വരുന്ന പ്രോഡക്റ്റ് ആണ്. സോ ഇതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് Me2Mg. സോ അവിടെ മിഥൈലാണ്, കാർബാനിയോൺ ആണ് അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. സോ Me- ആണ് അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മെഗ്നീഷ്യം ആണ് മെറ്റൽ, ക്രാം ചിലേഷൻ ചിലേഷൻ പോസിബിൾ ആണ്. നമ്മൾ ക്രാം ചിലേറ്റ് മോഡലാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, എക്ലിപ്സ്ഡ് ആയിട്ട് വരക്കണം. സോ ഫസ്റ്റ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ കറക്റ്റ് ആയിട്ട് വരക്കാണ്. സോ നമ്മൾ നോക്കുമ്പോൾ C ഡബിൾ ബോണ്ട് O PH ദെൻ OMe ഇവിടെ വരും. ഓക്കെ, ഇവിടെ H വരും, ഇവിടെ CH3 വരും. സോ സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെയാണ് മീഥൈൽ അറ്റാക്ക് ചെയ്യുക. സോ നമുക്ക് അറ്റാക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത് ഇവിടെ OMe വരും, ഇവിടെ CH3 വരും, ഇവിടെ H വരും. ഓക്കെ, ഇവിടെ CH3 ദാറ്റ് ഈസ് Me- അറ്റാക്ക് ചെയ്തു, ദെൻ OH ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ആരുണ്ട്, PH ഉണ്ട്. ഓക്കെ, PH ഉണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ PH-ഉം അതുപോലെ തന്നെ OMe-യും ആന്റി ആയിട്ട് വരണം. സോ നമ്മൾ നമ്മുടെ നീറ്റ് ആയിട്ട് വരക്കാണ്. അപ്പം PH അതുപോലെ തന്നെ OH CH3. ഓക്കെ, ഇവിടെ നമ്മൾ വരക്കുകയാണെങ്കിൽ OMe. ഓക്കെ, OMe ഇങ്ങോട്ട് വന്നു, അപ്പൊ H ഇങ്ങോട്ട് വരും, CH3 ഇങ്ങോട്ട് വരും. സോ നമ്മൾ പ്രൊഡക്റ്റ് എഴുതാണ് PH OMe. ഓക്കെ, ആൻഡ് നൗ ഇവിടെ OH ആണ് എന്ത്, എബവ് ദ പ്ലെയിനിൽ. ഓക്കെ, OH എബവ് ദ പ്ലെയിൻ ആണ്. ഇവിടെ CH3 ആണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫൈൽ ബിലോ ദ പ്ലെയിൻ ആണ്. ഇനി ഈ കാർബൺ നോക്കുകയാണെങ്കിൽ ഇവിടെ CH3 ആണ് എബവ് ദ പ്ലെയിൻ, H ആണ് ബിലോ ദ പ്ലെയിൻ. സോ CH3 എബവ് ദ പ്ലെയിൻ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെഗ്നീഷ്യം വരുന്ന സമയത്ത് 99% ഈ പ്രൊഡക്റ്റ് ആണ്, ദാറ്റ് ഈസ് ന്യൂക്ലിയോഫൈൽ ഡാഷിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ന്യൂക്ലിയോഫൈൽ ഡാഷിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സോ ഇതാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫെൽക്കിനാൻ മോഡൽ വെച്ചിട്ടും ക്രാം ചിലേ മോഡൽ വെച്ചിട്ടും നമ്മൾ പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കാണ്. C ഡബിൾ ബോണ്ട് O C6H4 CH3. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ OCH3 എഴുതുന്നു. ഓക്കെ, എബവ് ദ പ്ലെയിനിൽ C6H5, ബിലോ ദ പ്ലെയിനിൽ H. ഓക്കെ,
അപ്പൊ ഇവിടെ നമുക്കറിയാം ഹെട്രോ ആറ്റം ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. സോ ചിലേഷൻ പോസിബിൾ ആണ്. സോ ക്രാം ചിലേറ്റ് മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആയിട്ട് ഇതിനെ വരക്കുകയാണ്. ഓക്കെ, സോ സി ഡബിൾ ബോണ്ട് O C6H4 CH3 OCH3, okay, OCH3, then C6H5 C6H5. അപ്പൊ ഇനി സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ തന്നെയാണ് അറ്റാക്ക്. സോ ഇങ്ങനെയാണ് അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ ഇവിടെ H- ആണ് വരുന്നത്. സോ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം ഇവിടെ OCH3, then ഇവിടെ H, ഇവിടെ C6H5 ഉണ്ട്. സോ നമ്മുടെ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ H ഇത് OH ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് വൺ C6H4 CH3. ഓക്കെ, ആൻഡ് നമ്മൾ പ്രോഡക്റ്റ് എഴുതുന്ന സമയത്ത് OCH3യും OCH3യും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പും എന്ത് ചെയ്യണം, പ്ലെയിനിൽ ആന്റി ആയിട്ട് വരണം. സോ അതിന് വേണ്ടി നമ്മൾ ഒന്നും കൂടെ ന്യൂമാൻ പ്രൊജക്ഷൻ നീറ്റ് ആയിട്ട് വരക്കാണ്. OCH3 ഇവിടെ വരും. ഓക്കെ, അപ്പൊ C6H5 ഇവിടെ വരും, H ഇവിടെ വരും. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. സോ ഇനി ഇവിടെ ഈ ഗ്രൂപ്പ് C6H4 CH3 ഇവിടെ വരും, OH ഇവിടെ വരും, H ഇവിടെ വരും. സോ നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ OCH3 C6H4 CH3 ആൻഡ് OCH3 C6H5 ആണ് എബവ് ദ പ്ലെയിനിൽ. ഓക്കെ, C6H5 എബവ് ദ പ്ലെയിൻ, H ബിലോ ദ പ്ലെയിൻ. ആൻഡ് ഇവിടെ ഉള്ള പുതിയ കാർബണിൽ OH ആണ് എബവ് ദ പ്ലെയിൻ. സോ OH എബവ് ദ പ്ലെയിൻ, ദെൻ H ബിലോ ദ പ്ലെയിൻ. സോ ഇതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോൺഫിഗറേഷൻ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. സോ ഇതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇതിനെ ന്യൂമാൻ പ്രൊജക്ഷനിൽ കൺവേർട്ട് ചെയ്യണം. സോ C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, ഈ സൈഡിൽ ഇഥൈൽ ഗ്രൂപ്പ്, എബവ് ദ പ്ലെയിനിൽ CH3, ബിലോ ദ പ്ലെയിനിൽ ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാർബണൈലിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ലാർജ് ഗ്രൂപ്പ് ആണ് ആൻഡ് സ്മോൾ സൈഡ് അറ്റാക്ക് പോസിബിൾ ആണ്. സോ ഇതാണ് പ്രിഫേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം കറക്റ്റ് ആണ്. നമുക്കിനി റിയാക്ഷൻ കണ്ടക്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്താൽ മതി. സോ ന്യൂക്ലിയോഫൈൽ ഇങ്ങനെയാണ് വന്ന് അറ്റാക്ക് ചെയ്യുക. സോ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും വരിക, ET CH3H. സോ ഇനി ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാണ്. സോ ന്യൂക്ലിയോഫൈൽ OH CH3. സോ നമുക്ക് പ്രോഡക്റ്റ് എഴുതുമ്പോൾ ETയും CH3യും എന്ത് ചെയ്യണം, ആന്റി ആയിട്ട് വരണം. സോ ET ഉണ്ട്. ഓക്കെ, ദെൻ ഇതിൽ CH3. അപ്പൊ നമ്മൾ അതൊന്നും കൂടെ നീറ്റ് ആയിട്ട് വരക്കാണ്. ET CH3H. ദെൻ ഈ CH3നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. സോ CH3 ന്യൂക്ലിയോഫൈൽ ദെൻ OH. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ പ്രോഡക്റ്റ് എഴുതാണ്. പ്രോഡക്റ്റ് എഴുതുമ്പോൾ ET CH3 നമ്മൾ വരച്ചു. ദെൻ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും CH3 എബവ് ദ പ്ലെയിനിലും അതുപോലെ തന്നെ H ബിലോ ദ പ്ലെയിനിലും ആണ്. സോ CH3 എബവ് ദ പ്ലെയിനിൽ, H ബിലോ ദ പ്ലെയിനിൽ. ദെൻ പുതിയ കാർബണിൽ ന്യൂക്ലിയോഫൈൽ എബവ് ദ പ്ലെയിനിൽ, OH ബിലോ ദ പ്ലെയിനിൽ. സോ ന്യൂക്ലിയോഫൈൽ എബവ് ദ പ്ലെയിനിൽ, OH ബിലോ ദ പ്ലെയിനിൽ. സോ ഇതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൺഫേം ചെയ്യാൻ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാർബണിന്റെ കോൺഫിഗറേഷൻ മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. മാറിയിട്ടില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ മാറിയിട്ടില്ല. നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേജർ പ്രോഡക്റ്റ് ഇത് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്രാം ചിലേറ്റ് മോഡൽ അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല, കാരണം ഇവിടെ ഹെട്രോ ആറ്റം ഇല്ല. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫെൽക്കിനാൻ മോഡലാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. റിയേജന്റ് ആണ്. സോ ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് R- ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷനിൽ കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ വരക്കാണ്. C ഡബിൾ ബോണ്ട് O CH3. ദെൻ
OCH3. ദെൻ എബവ് ദ പ്ലെയിനിൽ R ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ബിലോ ദ പ്ലെയിനിൽ ഹൈഡ്രജൻ ഉണ്ട്. ഇതിനെ ഞാൻ R ഗ്രൂപ്പ് എന്ന് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഹെട്രോ ആറ്റം ഉണ്ട്. ക്രാം ചിലേറ്റ് മോഡൽ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ മെറ്റൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആണ്, ചിലേഷൻ പോസിബിൾ ആണ്. സോ നമ്മൾ ഇതിനെ റീഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും കൂടെ വൃത്തിയായിട്ട് വരക്കുന്ന സമയത്ത് C+O CH3 നമ്മൾ എക്ലിപ്സ്ഡ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ OCH3 ദെൻ HR. ഓക്കെ, ഇനി R മൈനസ് അറ്റാക്ക് സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡ്, ദാറ്റ് ഈസ് ഈ സൈഡിലൂടെ. അപ്പൊ നമ്മൾ കാണിക്കുന്ന സമയത്ത് എങ്ങനെ വരും? OCH3 HR. ഓക്കെ, ഇനി അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ R മൈനസ് ആണ്. സോ R ദെൻ ഇത് OH ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഓക്കെ, ഇതിനെ നമുക്ക് R ഡാഷ് എന്ന് കൊടുക്കാം. നമുക്ക് വരുന്ന R ഡാഷ് എന്ന് കൊടുക്കാം. സോ R ഡാഷ് OH. ദെൻ ബാക്കി എന്താണുള്ളത്? R ഡാഷ് OH. ഓക്കെ, CH3 ഉണ്ട്. സോ നമ്മൾ CH3 എന്ന് കാണിച്ചു. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CH3യും ദാറ്റ് ഈസ് OCH3 ആണ് നമ്മൾ ആന്റി ആയിട്ട് കാണിക്കേണ്ടത്. സോ നമ്മൾ ഒന്നും കൂടെ നീറ്റ് ആയിട്ട് വരക്കാണ്. ഓക്കെ, അപ്പൊ OCH3 ദെൻ OCH3 ഇങ്ങോട്ട് വരുമ്പോൾ H ഇങ്ങോട്ട് വരും, R ഇങ്ങോട്ട് വരും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് CH3 ആണ്. സോ CH3 ഓക്കെ, CH3 ഇങ്ങോട്ട് വരുമ്പോൾ OH അങ്ങോട്ട് വരും, R ഡാഷ് ഇങ്ങോട്ട് വരും. ഓക്കെ, OH R ഡാഷ്. സോ നമ്മൾ പ്രോഡക്റ്റ് എഴുതാണ്. ഓക്കെ, OCH3. സോ നമ്മൾ നോക്കുമ്പോൾ OCH3 R ഗ്രൂപ്പ് ആണ് എബവ് ദ പ്ലെയിനിൽ, H ബിലോ ദ പ്ലെയിനിലാണ്. R ഗ്രൂപ്പ് ആണ് എബവ് ദ പ്ലെയിനിൽ, H ബിലോ ദ പ്ലെയിനാണ്. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, H R ഗ്രൂപ്പ് എബവ് ദ പ്ലെയിനിൽ. ഇനി നമ്മൾ മറ്റേ കാർബൺ പുതുതായിട്ട് ഫോം ചെയ്ത കാർബൺ നോക്കുകയാണെങ്കിൽ അവിടെ OH ആണ് എബവ് ദ പ്ലെയിനിൽ, R ഡാഷ് ആണ് ബിലോ ദ പ്ലെയിനിൽ. സോ OH എബവ് ദ പ്ലെയിനിൽ ആൻഡ് ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ ദാറ്റ് ഈസ് R ഡാഷ് ബിലോ ദ പ്ലെയിനിലായിട്ടാണ് വരിക. സോ ഇതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്രാം-ചിലേറ്റ് മോഡലും ഫെൽക്കിനാൻ മോഡലും വെച്ചിട്ട് പ്രോഡക്റ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.